ഹായ് കൂട്ടുകാരെ. അപ്പം മമ്മി ആൻഡ് മെയ്ഡ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും തലയിൽ പെയിൻ ശല്യം, പ്രത്യേകിച്ച് കുട്ടികളുടെ തലയിൽ പെയിനും ഈരും ഒക്കെ സ്കൂളിലൊക്കെ പോകുന്ന കാരണം കൊണ്ട് ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ ആ പെയിൻ ശല്യത്തെ ഒഴിവാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണ്. നമ്മുടെ വീട്ടിലുള്ള 3-4 ഐറ്റം മാത്രം മതി കേട്ടോ ഇതിന്. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരേ ഒരു അല്ലി വെളുത്തുള്ളി, അത് ഈ കാണുന്ന അളവിൽ തുളസിയില, ഈ 3 ഐറ്റമാണ് കേട്ടോ ആദ്യമായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ 3 ഐറ്റവും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിടെ തലയിൽ മുടിയുടെ ഉള്ളൊക്കെ അനുസരിച്ചിട്ട് ഇതിൽ ചെറിയ വേരിയേഷൻ വരുത്താം കേട്ടോ. നന്നായിട്ട് നല്ല തിക്കായിട്ട് മുടിയുള്ളവരാണെങ്കിൽ ഉള്ളിയൊക്കെ 2 എണ്ണം എടുക്കാം. അതുപോലെ ഇഞ്ചി കുറച്ചുകൂടെ സൈസിലെടുക്കാം. അതുപോലെ ഈ തുളസി നീരാണെങ്കിലും കുറച്ച് കൂട്ടിയെടുക്കാം കേട്ടോ. ഇത് 3ഉം കൂടി ഞാൻ നന്നായിട്ട് ഇതുപോലൊരു ഇടികല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇടികല്ലില്ല, അമ്മിക്കല്ലാണോ ഉള്ളതെങ്കിൽ അതിൽ ചതച്ചെടുത്താലും മതി കേട്ടോ. ചതച്ചെടുക്കുകയാണ് ഉദ്ദേശം. ഇനി ഇത് രണ്ടും ഇല്ല, ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മിക്സിയിൽ ഒരു സ്വല്പം വെള്ളം, ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊക്കെ കഴുകിയെടുത്തതിൻ്റെ ആ വെള്ളത്തിലാട്ടത് ഇത് ചതഞ്ഞ് നന്നായിട്ട് നീരെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മിക്സിയിൽ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള്, ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഇതുപോലൊന്ന് നീര് അതിൻ്റെ പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമുക്കിവിടെ തലയിൽ തേക്കാനുള്ള നീരായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അളവ് കാണുമ്പോൾ അറിയാമല്ലോ എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു അളവിലനുസരിച്ചിട്ട് നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. വെള്ളം ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഐറ്റം കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. അത് വേറൊന്നുമല്ല, നമുക്ക് എല്ലാവരുടെയും വീട്ടിലുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് 1-2 ഡ്രോപ്സ് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ ഈ മിക്സിലേക്ക് 1-2 ഡ്രോപ്പ് നമുക്ക് വെളിച്ചെണ്ണ കൂടി ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിടെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെയിൻ ശല്യം ആയാലും ഈരിൻ്റെ ശല്യം ആയാലും നമുക്ക് നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ തലയിലൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ജലദോഷമൊക്കെ വരും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറുകം തലയിൽ തേക്കാതെ ബാക്കി സൈഡിൽ കൂടി എല്ലാം നന്നായിട്ട് ഇതൊന്ന് ജസ്റ്റ് തലയോട്ടിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നാലാണ് ആ പെയിൻ്റെ ശല്യമൊക്കെ നന്നായിട്ട് മാറി കിട്ടുള്ളൂ. ഇനി മുതിർന്നവരെ കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്കൊരു 2 മണിക്കൂറൊക്കെ ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുഞ്ഞുങ്ങളുടെയൊക്കെ തലയിലാകുമ്പോഴത്തേക്കും നമുക്ക് അരമണിക്കൂറൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. കാരണം ഒത്തിരി നേരം അവരുടെ തലയിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ജലദോഷമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിറങ്ങും തലയിൽ വെക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നമ്മളിത് ഡെയിലി ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആഴ്ചയിൽ 1-2 തവണ നമ്മൾ ഇതൊന്ന് ചെയ്ത് കൊടുത്താൽ മതിയും. നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ പെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള 3-4 ഐറ്റങ്ങൾ മാത്രം മതി. അതുകൊണ്ട് ആരും മടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പെയിൻ്റെ ശല്യമൊക്കെ നന്നായിട്ട് മാറി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.